നമസ്കാരം. നമ്മളപ്പോ കെമിക്കൽ കൈനറ്റിക്സിലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ പഠിച്ചു അല്ലെ. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റേറ്റ് ലോ ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ്. അടുത്ത ടോപ്പിക് എന്താണ്? റേറ്റ് ലോ ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് അറിയുന്ന ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോ റേറ്റ് ലോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ആണ്. ഇറ്റ്സ് എക്സ്പ്രഷൻ റിലേറ്റ് ടു ദ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ആൻഡ് ആക്റ്റീവ് മാസ് ഓഫ് എ കമ്പോണന്റ്. എന്താണ് നമ്മൾ ആ റിയാക്ഷന്റെ റേറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ കമ്പോണന്റിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് മാസസും തമ്മിലുള്ള ആ ഒരു റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത്. റേറ്റ് ലോ ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു ജനറൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ റേറ്റ് ഓഫ് ദി റിയാക്ഷനെയും കോൺസെൻട്രേഷൻ ഓഫ് ദി കമ്പോണന്റ്സിനെയും കൂടി റിലേറ്റ് ചെയ്തുകൊണ്ട് എഴുതുന്ന എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റേറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജനറൽ ഇക്വേഷൻ എടുക്കാണ്. നമ്മുടെ ജനറൽ ഇക്വേഷൻ അറിയാം. എ പ്ലസ് ബി സി സി പ്ലസ് ഡി ഡി. ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ജനറൽ ഇക്വേഷന്റെ റേറ്റ് ലോ ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. അപ്പൊ റേറ്റ് ലോ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്താണ്? റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. അപ്പോ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് കിട്ടി. ഈ എക്സ്പ്രഷന്റെ പവർ ആയിട്ട് ഞാൻ എന്താണ് എം എൻ എന്ന് പറയുന്നത് എനി നമ്പർ ആവാം എം എൻ എന്ന് എഴുതാണ്. ഇതാണ് റേറ്റ് ലോയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. റേറ്റ് ലോയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ റേറ്റ് ലോയുടെ എക്സ്പ്രഷൻ എന്താണ്? ഇസ് എ എക്സ്പ്രഷൻ വിച്ച് റിലേറ്റ് ദ റേറ്റ് ഓഫ് ദി റിയാക്ഷൻസ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദി കമ്പോണന്റ്. കോമ്പോണന്റ്സിന്റെ കോൺസെൻട്രേഷനെയും റേറ്റ് ഓഫ് ദി റിയാക്ഷനെയും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റേറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കളയാനായിട്ട് നമ്മൾ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാണ്. Rate is equal to K into concentration of A into concentration of B. A raised to M into B raised to N ആണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ ഫോർ നമ്മുടെ ജനറൽ ഇക്വേഷൻ. ജനറൽ ഇക്വേഷന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ ആണ് നമ്മളിവിടെ എഴുതിയത്. ഇനി എന്താണ് ഈ കെ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ ഓർ specific reaction rate. Specific reaction rate ആണ്. Specific reaction rate ആണ്. അപ്പോ കേക്ക് പറയാൻ രണ്ടുപേരാണ്. ഒന്നാണ് റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് ഡിപെൻഡ്സ് ടെമ്പറേച്ചർ ഡിപെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഡിപെൻഡ് ചെയ്തിട്ടുള്ള ഫാക്ടർ ആണ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ കിട്ടിയല്ലോ. ഇതാണ് റേറ്റ് ലോ എന്ന് പറയുന്നതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷന്റെ. ഇനി നോക്കുക, ഇവിടെ നമ്മൾ രണ്ട് ടേം കണ്ടു അല്ലെ, എം എൻ. ഈ ജനറൽ ഇക്വേഷൻ ഇല്ലാത്ത രണ്ടോ സാധനങ്ങളാണ് ഇവിടെ എമ്മും എന്നും വന്നത്. അപ്പൊ ആരാണ് ഈ എം, ആരാണ് ഈ എൻ എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ എം എന്ന് പറയുന്ന ആള് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓർഡർ ഓഫ് റിയാക്ഷൻ. ദ ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ബി, വിത്ത് റെസ്പെക്ട് ടു എ ആണ്. എന്താണ്? ദ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ. വിത്ത് റെസ്പെക്ട് ടു എ വരാണെങ്കിൽ അതിന് നമ്മൾ എന്താണ് എം ആയി എടുക്കണം. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എയുടെ മുകളിലാണ് എടുക്കുന്നത് അല്ലെ. എയുടെ മുകളിൽ എടുക്കണതുകൊണ്ട് നമ്മൾ എന്താണ് ദ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ. അപ്പൊ എൻ എന്തായിരിക്കും പറഞ്ഞ എന്താണ്? ഓർഡർ ഓഫ് ദി റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ബി. വെരി ഗുഡ്. എന്താണ്? ഓർഡർ ഓഫ് ദി റിയാക്ഷൻ with respect to A and എന്താണ്? order of the reaction with respect to B. രണ്ട് കിട്ടി. എയും ബിയും റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഓർഡറുകളാണ് എമ്മും എന്നും എന്ന് എഴുതിയത്. ഇനി ഈ എം എൻ എന്ന് പറയുന്നത് മേയോർ മെനോട്ട് ബി എന്താണ്? എ എൻ ബി ആണ്. മേയോർ മെനോട്ട് എന്താണ്? എ എൻ ബി. എയോ ബിയോ ആവാൻ സാധ്യതയുണ്ട്, അല്ലാതെ ഇരിക്കാനുള്ള സാധ്യതയും. കാരണം എന്താ വെച്ചാല് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോ ഞാൻ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, എന്റെ മുന്നിൽ വെച്ച് ഞാനൊരു ലാബില് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ആണ് നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ ആയിട്ട് തരുന്നത്. ഒരു എക്സ്പെരിമെന്റ് റിസൾട്ട് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. അങ്ങനെ ആ എക്സ്പെരിമെന്റ് റിസൾട്ട് വരുമ്പോ ആ റിസൾട്ട് എന്ന് പറയുന്ന വാല്യൂ എന്താണ്? നമുക്ക് ഒബ്സർവ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. ആ ക്വസ്റ്റ്യനിൽ കിട്ടുന്നത് ഒബ്സർവ് ചെയ്ത വാല്യൂ ആണ്. എക്സ്പെരിമെന്റിൽ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോ എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. എന്താണ്? എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. അപ്പൊ സോഷ്യോമെട്രിക്കൽ ഇക്വേഷനിൽ നിന്ന് എന്തുണ്ടാവാം? അതിന്റെ കോഎഫിഷ്യന്റിൽ നിന്ന് നമുക്ക് എന്താണ് ചേഞ്ച് ഉണ്ടാവാം. സോഷ്യോമെട്രിക്കൽ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് തിയറട്ടിക്കൽ വാല്യൂ ആണ്. എക്സ്പെരിമെന്റലി വരുമ്പോൾ അതിനെ ചേഞ്ച് ഉണ്ടാവാം.
സം കേസസിൽ ചിലപ്പോൾ എന്തായിരിക്കും സെയിം ആവാം, ചില കേസസിൽ എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും വരിക. മാക്സിമം എന്താണ് ഓർഡർ വരുമ്പോൾ മാക്സിമം എന്താണ് എക്സ്പെരിമെന്റൽ വാല്യൂ ആണ് നിങ്ങൾക്ക് തരിക. ഒരിക്കലും എന്താണ് സോഷ്യോമെട്രിക്കൽ വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കില്ല നിങ്ങൾക്ക് തരിക കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഇത് എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. ഇനി എന്താണ് അപ്പോ റിയാക്ഷന്റെ ഓർഡർ? വിത്ത് റെസ്പെക്ട് ടു എ കിട്ടി, വിത്ത് റെസ്പെക്ട് ടു ബി കിട്ടി. റെസ്പെക്ട് ടു എയും റെസ്പെക്ട് ടു ബിയും നമുക്ക് എന്ത് കിട്ടി? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ? വാട്ട് ഈസ് order of the reaction? What is order of the reaction? അപ്പൊ എന്തായിരിക്കും order of the reaction? Order of AD order of PD എന്താണ്? സമായിരിക്കില്ലേ? എന്ത് ചെയ്താം? M plus N ആണ്. എന്താണ്? M plus N ആണ്. M plus N ആണ്. Order of the reaction എന്ന് പറയുന്നത് M plus N ആണ്. ആ പവേഴ്സിന്റെ എന്താണ് സം ടോട്ടലിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത്. കിട്ടിയില്ലോ? അപ്പൊ എത്രയാണ് റേറ്റ് ലോ ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്? സിമ്പിൾ ആണ്, ഓർത്ത് വയ്ക്കുക, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ്. റേറ്റ് ലോ എന്ന് പറയുന്നത് എന്തിന്റെയാണ് റിലേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത്? റേറ്റ് ഓഫ് ദി റിയാക്ഷനെയും കോൺസെൻട്രേഷൻ ഓഫ് ദി കമ്പോണൻസ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിനെയും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേറ്റ് ലോ എന്ന് പറയുന്നത്. അതിനെ എന്താണ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് കെ. അതിന് പറയുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ എന്താണ് സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ പവേഴ്സിന്റെ സമ്മിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതിന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യാ? നോട്ട് ചെയ്യാ, എന്ത് ചെയ്യാ, എന്താ പഠിക്കുക കേട്ടോ. എഴുതിക്കോ. നമ്മൾ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ പഠിച്ചു അല്ലെ? അപ്പൊ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ പഠിച്ചു. അതിന്റെ എന്താണ് ഡെഫിനിഷൻ ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കുക, സം ഓഫ് ദി എക്സ്പോണൻസ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ഷൻ കമ്പോണൻസ് ഇൻ ദ എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻഡ് റേറ്റ് ഇക്വേഷൻ. എന്താണ് എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻഡ്? എന്താണ് റേറ്റ് ഇക്വേഷൻ? നമ്മൾ എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ഒരു റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറയാണ് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ പറയാണ്. എ റേസ് ടു ബി, ബി എന്താണ് പി, ബി റേസ് ടു ക്യൂ, സി റേസ് ടു ആർ എന്ന് പറയുന്ന കമ്പോണൻസ് ഒരു എന്താണ് റേറ്റ് എക്സ്പ്രഷൻ തരികയാണ്. റേറ്റിലൂടെ എക്സ്പ്രഷൻ തരികയാണ്. എക്സ്പെരിമെന്റലി ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ള ഒരു എന്താണ് എക്സ്പ്രഷൻ ആണ് തരുന്നത്. അങ്ങനെ എക്സ്പെരിമെന്റലി ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ തരികയാണെങ്കിൽ വാട്ട് ഈസ് ദ ഓർഡർ? ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് ദ sum of the exponents of the molar concentration of the reaction components. അപ്പോ ഈ എക്സ്പോണൻസിന് എന്താണ്? പവേഴ്സ് എന്നാണ് അർത്ഥം. എക്സ്പോണൻസ് ചില പവേഴ്സ് ആണ്. അപ്പൊ സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി എന്താണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി എന്താണ് റിയാക്ഷൻ കമ്പോണൻസ് അല്ലെങ്കിൽ റിയാക്ടൻസ്. പിന്നെ എന്താണ് എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻഡ് റേറ്റ് ഇക്വേഷൻ. റേറ്റ് ഇക്വേഷനില് എന്താണ് എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള റേറ്റ് ഇക്വേഷന്റെ കമ്പോണൻസിന്റെ എന്താണ് പവേഴ്സ്, കോൺസെൻട്രേഷന്റെ പവേഴ്സ്. ആ പവേഴ്സിന്റെ സം ടോട്ടൽ ആണ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓർഡർ എന്ന് പറയുന്നത്? എന്താണ് ഓർഡർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പി പ്ലസ് ക്യൂ പ്ലസ് ആർ, പി പ്ലസ് ക്യൂ പ്ലസ് ആർ. ഓർഡർ എന്താണ്? പി പ്ലസ് ക്യൂ പ്ലസ് ആർ. അപ്പൊ ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, എന്താണ് ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് അത് കണ്ടുപിടിക്കാനായിട്ട് വരും. ഓർഡർ ഓഫ് റിയാക്ഷൻ തരം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക കേട്ടോ. താങ്ക് യു. അപ്പൊ മക്കളെ നമ്മള് ഓർഡർ ഓഫ് ദി റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഓർഡർ ഓഫ് ദി റിയാക്ഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കുക, കൺസിഡർ എ റിയാക്ഷൻ PA plus QB gives product. When concentration of both the reactant A and B is doubled, the rate increases by 8 times. The rate increases by 8 times. However, when concentration of A is doubled, the concentration of A is doubled, keeping the concentration of B fixed. Keeping the concentration of B fixed. The rate is doubled. When the fixed, then keeping the concentration of B, then the rate is doubled. The overall order of the reaction is done. The overall order of the reaction is done. Okay. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 0, 1, 2, 3. 4 ഓപ്ഷൻ നല്ല രസമുണ്ട് അല്ലേ? 0, 1, 2, 3. ഇത് ഏത് വേണമെന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ പിടിച്ചു നോക്കിയാൽ നിങ്ങളൊന്ന് കൊടുത്തു നോക്കിയാൽ ഏതായിരിക്കും ഇതിൽ ഓപ്ഷൻ ആയിരിക്കും വരിക? ഏതൊരു ഓപ്ഷൻ ആയിരിക്കും വരിക? കണ്ടുപിടിക്കാറേ നമുക്ക്.
അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഗസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ കയ്യിൽ എന്താണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഗസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാറ്, ഒരിക്കലും ഗസ് അടിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാൻ പാടില്ല. എപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങള് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. പറഞ്ഞുതരാലോ ടീച്ചർ എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കുക. നമുക്ക് എന്താണ് റിയാക്ഷൻ തന്നിട്ടുണ്ട്, ആ റിയാക്ഷന്റെ എന്താണ് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ നമ്മൾ എഴുതി വെക്കണം, റേറ്റ് ഇക്വേഷൻ എഴുതി വെക്കണം. അപ്പൊ റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, R is equal to എന്താണ് K into A, concentration of A raised to M, concentration of B raised to N ആണ്. concentration of A raised to M, concentration of B raised to N എന്നാണ് ഈ റിയാക്ഷന്റെ ഓവറോൾ റിയാക്ഷൻ എന്താണ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റേറ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവരെന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഈ M plus N ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ M plus N ആണ്. ഓക്കെ, ഇനി അവർ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി ഇസ് ഡബിൾഡ്. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് എ ആൻഡ് ബി എന്ത് ചെയ്തു, ഡബിൾ ചെയ്തു. അപ്പോൾ the rate of the reaction becomes to 8 times. അപ്പോൾ rate of the reaction becomes 8 times. അപ്പോൾ ഇതിന് ഇക്വേഷൻ 1 കൊടുത്തു, ഇതിന് ഇക്വേഷൻ 2 കൊടുത്തു, ഇക്വേഷൻ 1 കൊടുത്തു, ഇക്വേഷൻ 2 കൊടുത്തു. Then നോക്കൂ മക്കളെ, നെക്സ്റ്റ് എന്താണ് കണ്ടീഷൻ വന്നിരിക്കുന്നത്, the rate of the reaction എന്ന് പറയുന്നത് the concentration of A is എന്താണ് doubled. എന്താണ് നമ്മൾ ഈ എന്താണ് R എന്ന് പറഞ്ഞാൽ എന്താണ് concentration of the reactant A ഡബിൾ ചെയ്തു. ഇതിനെന്താണ് B in fixer, B എന്ന് പറയുന്നത് എന്താണ് ഫിക്സ് ചെയ്ത് വെച്ച്, B is fixer. അപ്പൊ ഉണ്ടാകുന്ന റേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഡബിൾ ചെയ്തു, 2R ആണ്, ഇത് 3 എന്ന് കൊടുക്കും. ഈ മൂന്ന് ഇക്വേഷൻ, ഈ മൂന്ന് എന്താണ് എക്സ്പ്രഷനിൽ നിന്ന് വേണം നമ്മൾ എന്താണ് എമ്മിന്റെ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്തു എന്താണ്, നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോവാണ് എന്താണ്, ഇതില് N ഉണ്ട്, ഇതില് ഒരു എന്താണ് M ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, തേർഡ് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷനും കൂടി എന്ത് ചെയ്തു, നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പൊ 3/1 ചെയ്യാണ് നമ്മൾ, 3/1 ചെയ്യാണ്. എന്താണ് 2R is equal to 2A raised to M, 2B raised to N divided by R is equal to K raised to M, B raised to N. അപ്പൊ ഈ M എന്ന് പറയുന്നത് ഈ N ന് കിട്ടൂലോ, ഈ M എന്ന് പറയുന്നത് 2 ന് കിട്ടൂലോ. അപ്പൊ നമ്മൾ എന്താ ഈ R ക്യാൻസൽ ചെയ്തു, K ക്യാൻസൽ ചെയ്തു, AM ക്യാൻസൽ ചെയ്തു, BN ക്യാൻസൽ. അങ്ങനെ എന്താണ് 2 is equal to 2M എന്ന് കിട്ടി, 2 is equal to 2M എന്ന് കിട്ടി. 2 is equal to 2M എന്നാണെങ്കിൽ 2 ന് എന്താണ് 2 raised to 1 എന്നാണ് 2 raised to M ആവുക. അതായത് എന്താണ് M എന്ന് പറയുന്ന വാല്യൂ എന്താണ്, M എന്ന് പറയുന്നത് നമുക്ക് എന്താ 1 ആയിട്ട് കിട്ടി അല്ലെ. അതായത് എന്താണ് 2 is equal to 2 raised to M ആണ്. അപ്പൊ എപ്പോഴാണ് ഈ M ന് എത്ര വാല്യൂ വന്നത്, M ന് ഏത് വാല്യൂ വന്നാലേ 2 ആവുക, M ന് 1 വാല്യൂ വന്നാലല്ലേ. അങ്ങനെയാണ് നമുക്ക് M is equal to 1 എന്ന് കിട്ടിയത്. അപ്പൊ ഫസ്റ്റ് എന്ത് കിട്ടി, M is equal to 1 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താണ് സെക്കൻഡ് കണ്ടീഷനിലേക്ക് പോവാണ്. എന്താണ് സെക്കൻഡ് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷനും കൂടി ഡിവൈഡ് ചെയ്തു, 2 divided by 1 ആണ്. 8R is equal to K 2A raised to N, 2B raised to N ആണ്. M 2B raised to N ആണ്. അപ്പൊ എന്താ ഡിവൈഡഡ് ബൈ R K raised to N, B raised to N ആണ്. ക്യാൻസൽ ചെയ്തു, R ക്യാൻസൽ ചെയ്തു, M N ക്യാൻസൽ ചെയ്തു, ഇവിടെ M വന്നു, BN ക്യാൻസൽ ചെയ്തു, ഇവിടെ N വന്നു. അപ്പൊ എന്ത് കിട്ടി, 8 is equal to 2M 2N കിട്ടി. 8 is equal to 2M and 2N, 2 raised to M and 2 raised to N കിട്ടി. അപ്പൊ 2 raised to N എന്നുള്ളത് എന്താണ്, 2 raised to N എന്താണ്, M എന്നുള്ളത് 1 കിട്ടു, 2 raised to N നിർത്താം. അപ്പൊ 2 raised to N എപ്പോഴാണ് വരിക, 2 raised to N എന്ന് പറയുന്നത് എന്ത് കിട്ടണം, 4 കിട്ടണം അല്ലെ. 2 raised to N എത്ര കിട്ടണം, 4 കിട്ടണം. അപ്പൊ 2 raised to N is equal to 4 ആണ്. അപ്പൊ എന്താണ് എന്താണ് 2 raised to 2 അല്ലേ 4 വരുന്നത്. അപ്പൊ അത് N is equal to എത്രയാണ്, 2 ആണ് കിട്ടിയത്. N is equal to എത്ര കിട്ടി, 2 കിട്ടി. N is equal to 2 കിട്ടി. അങ്ങനെയാണ് കിട്ടി, മനസ്സിലായില്ലേ. നമുക്ക് കിട്ടി എന്താണ് 2 raised to എന്താണ് 2M raised to 2N എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ എന്താണ് 2 raised to 1 ഇത് എത്ര വരണം, 4 വരണം. എന്നാലാണ് എന്തിട്ട് 8 വരും. അപ്പൊ 4 വരണമെങ്കിൽ എന്താണ് N is equal to 2 വരണം എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താണ് M plus N എന്താണ് 1 plus 2 എത്രയാണ്, 3 ആണ്. 1 plus 2 എന്താണ് 3 ആണ്. നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഇത്രയും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് വേഗം കിട്ടും, 2 ഡിവൈഡ് ചെയ്താൽ മതി, വേഗം കിട്ടും. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. സിമ്പിൾ അല്ലേ. അപ്പൊ തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ് ആരെന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഈ റിയാക്ഷൻ എന്നുള്ളത് തേർഡ് ഓർഡർ ആണ്. ഓക്കെ, നമുക്ക്
ചെയ്യാം. നമുക്ക് ഇനി പോകുമ്പോൾ ഇനി അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് വരാം. അപ്പൊ ഇത്രയും എന്താണ് നിങ്ങൾ ചെയ്ത് പഠിക്കുക, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. താങ്ക് യു.